നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഏകദേശം ഒരു 7 മണിക്കൂറത്തെ ഡ്രൈവ് കഴിഞ്ഞ് നമ്മൾ ലേക്ക് ഡിസ്ട്രിക്റ്റിൽ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്തിന് മുന്നിലെത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മളെടുത്ത കോട്ടേജ്. ജസ്റ്റ് ഫോട്ടോസ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വീടാണ് തന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഒരു വ്യൂ വരുന്നത്. അടിപൊളിയല്ലേ? ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ കോട്ടേജ്. ഇതിൻ്റെ അകത്തായിരിക്കും നമുക്ക് കീ വെച്ചിട്ടുള്ളത്. നമുക്കൊരു പാസ്വേഡൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. കുക്കു വൈക്ക് ഇവിടെ നിന്ന് ഇറങ്ങി മിക്കവാറും എൻ്റെ ഡോറിന്ന് പൊളിക്കും അവൻ. ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ആണെങ്കിൽ ഇവിടെ നമ്മുടെ ഇതിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഏകദേശം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇത് നമുക്ക് ഇതുപോലെ ഇതിൻ്റെ അകത്ത് ചാവി വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഇതിൻ്റെ അകത്തുനിന്ന് എടുത്തിട്ട് നമ്മൾ കണ്ടേ ഇതുപോലെ നമ്മൾ തുറന്ന് കയറുന്നു. കയറുമ്പം തന്നെ ഇങ്ങനെ ഒരു ലാൻഡിങ് ആണ് ഉള്ളത്. ഇതാണ് നമുക്കുള്ള ലോഞ്ച്. അതുപോലെ ഇതാണ് ഡൈനിങ്ങിൻ്റെ സ്ഥലം. ഇതിൻ്റെ അകത്ത് അത് തുറന്നടി. ഇതാണ് കിച്ചൺ. കിച്ചൺ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി. റൂംസൊക്കെ താഴെയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ താഴെ ഇറങ്ങി വന്നു കഴിയുമ്പോഴത്തേക്കും അത് കുഴപ്പമില്ല. ഇങ്ങനെ ഇങ്ങോട്ട് താഴെ വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു ബങ്ക് ബെഡ് ഉള്ളൊരു റൂമാണ്. ആദ്യം ഇതാണ് കുക്കുവിൻ്റെ ഐക്കിയുടെ. നാളെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് വന്ന പാടെ വീഡിയോ എടുക്കുക. അപ്പോൾ ഇതാണ് കുക്കുയുടെയും ഐക്കിയുടെയും റൂം. പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്ത് ഇതാണ് നമ്മുടെ ബെഡ്റൂം. എല്ലാം നല്ലതായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ടവൽസും എല്ലാം. ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഒരു വ്യൂ വരുന്നത്. അതുപോലെ തന്നെ ഇത് ബാത്റൂം ടോയ്ലറ്റ് ആവാനാണ് സാധ്യത. ഇതാണ് ടോയ്ലറ്റ്, നല്ല വൃത്തിയുള്ള ഒരു ടോയ്ലറ്റ് കേട്ടോ. അതുപോലെ ഒരു ഷവർ ക്യൂബിക്കിളാണ് ഉള്ളത് ഇപ്പുറത്തെ സൈഡിൽ കേട്ടോ. എങ്ങനെ നോക്കൂ ബെഡ്റൂം? ഇഷ്ടപ്പെട്ട പാട്ടാണെങ്കിൽ ഈ ബെഡ്റൂം സോ നൈസ് ആൻഡ് നീറ്റ് ഓർഗനൈസ് ഡെക്കറേഷനും പിന്നെ കണ്ടടി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉള്ള ബാത്റൂം ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് വേറൊരു ടോയ്ലറ്റാണ്. ഇത് ടോയ്ലറ്റിൻ്റെ അകത്ത് ഇവിടെ ഒരു ബാത്ത് ടബ് തന്നിട്ടുണ്ട്. ഇത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റാണ്. ഇത് ഫ്രിഡ്ജ് അല്ലേ? നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഇവിടെ UK വന്നതിന് ശേഷം ഇതുവരെ ഫ്രഷ് പാല് കുടിച്ചിട്ടില്ല കേട്ടോ. ഇത് ഫ്രഷാണ് പാല്. വന്നപാടെ 2 ചായയൊക്കെ ഇട്ടു. നല്ല ക്ലീൻ കിച്ചൺ അല്ലേ? കുക്ക് പറഞ്ഞെന്നറിയോ, നമുക്ക് മറ്റേ വീട് വിട്ടിട്ട് ഇതെടുക്കാമെന്ന്. ഞാൻ ഫ്രിഡ്ജ് തപ്പിക്കൊണ്ടിരിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഒരു ഫ്രഷ് ബ്രെഡാണ്. ഇതൊന്ന് പുറത്തിട്ടത്. ഹോം മെയ്ഡാണ് അവരതിൻ്റെ അകത്ത് നമുക്കൊരു മെസ്സേജ് അയച്ചതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോം മെയ്ഡ് ബ്രെഡ് പറഞ്ഞത്. ഇവരിങ്ങനെയാണ് ഇവരുടെ ബ്രെഡ് വരുന്നത്. ഞാൻ മറ്റേ സ്ലൈസ്ഡ് പീസാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അപ്പോൾ ഈ സാധനവും പാലും നമുക്ക് അവർ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇതന്നെ ആ ഫ്രിഡ്ജിലോട്ട് കളഞ്ഞേരെ. അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇന്നിനിയിപ്പോൾ എങ്ങോട്ടും പോക്ക് നടക്കില്ല. ഞങ്ങൾ ശരിക്കും വീട്ടിൽ നിന്ന് ഒരു 9:30 കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങിയായിരുന്നു കേട്ടോ. 9:30 ആയപ്പോൾ. അതിൻ്റെ 6.25 മണിക്കൂറാണ്
നമുക്ക് ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 7 മണിക്കൂർ 7.25 മണിക്കൂർ എടുത്തെടുത്തു. എൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 7.25 മണിക്കൂർ എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇവിടെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു ഗ്രാമപ്രദേശത്താണ് നമ്മൾ സ്റ്റേ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളൊരു ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുന്നു, ഇതിലേക്ക് ഒന്ന് നടന്ന് 1-2 ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ചു വരുന്നു. നാളെ നമുക്ക് 2 ദിവസത്തേക്കാണ് നമ്മൾ ഈ സ്റ്റേ ബുക്ക് ചെയ്തത്. ഇന്നും നാളെ ഇവിടെ നിന്ന് അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കറങ്ങാൻ പോകുന്നു. നാളെ ഇവിടെ സ്റ്റേ ചെയ്യുന്നു. നാളത്തെ കഴിഞ്ഞ് ഇവിടെ അടുത്തത് കറങ്ങിയിട്ട് അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കറങ്ങി നമ്മൾ പോകുന്നു. അതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ 2 ഡേയ്സിലെ ലേക്ക് ഡിസ്ട്രിക്ട് സ്റ്റേയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഏകദേശം സന്ധ്യ ആകാനായി കേട്ടോ. ഇപ്പോൾ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് സന്ധ്യ ആകുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ താമസിക്കുന്നിടത്ത് നിന്ന് കുറച്ച് ദൂരം, ഒരു 1/2 മൈൽ മുകളിലോട്ട് നടന്നു വന്ന് ഇത് അങ്ങോട്ടേക്കൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇത് ആടുകളുടെ എന്തോ ഫാമാണ്, ചെമ്മരിയാടുകളെ അഴിച്ചു വിട്ടേക്കുന്ന ഇതാണ്. പഴയ ഒരു നല്ല വെളിച്ചമുള്ള സമയത്ത് പകൽ വരുവാണെങ്കിൽ നല്ല കിടു വ്യൂ ആയിരിക്കും. നമ്മൾ ജസ്റ്റ് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ദൂരം നടന്നു, ഇനി തിരിച്ചു പോവാണ്. ഇനി പോയിട്ട് കുറച്ച് ബീഫ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ബീഫ് ഉണ്ടാക്കുന്നു. കുക്കിംഗ് നമ്മുടെ മെയിൻ ആണല്ലോ എവിടെ പോയാലും. നമ്മൾ താഴോട്ട് നടന്ന് പോകുന്നു. ഇതുപോലത്തെ ഒരു മലയാണ് നമ്മൾ കയറി വന്നത് കേട്ടോ. അപ്പോൾ ഇതിലെ വണ്ടികളൊക്കെ പാസ്സാകുന്ന സ്ഥലമാണ്. അപ്പം താഴേക്ക് നടന്നു പോകാം. താഴേക്ക് നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലൊക്കെ വലിയ പാടങ്ങളാണ് കേട്ടോ. ഇതെല്ലാം ചെമ്മരിയാടുകളെ അഴിച്ചു വിട്ടേക്കുന്ന ഇവിടെ. അപ്പോൾ ഇതുപോലെ ഫെൻസൊക്കെ കെട്ടിയിട്ടുണ്ട് അവരിങ്ങോട്ട് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഉൾഗ്രാമ പ്രദേശത്തിൽ കൂടെ ഉള്ളൊരു യാത്ര. കട്ടിംഗ് കത്തി, എണ്ണ, ഉപ്പ്, കുരുമുളക് പൊടി എല്ലാ ഐറ്റവും ഉണ്ട് അവർ തന്നിട്ട്. ഇത് നമ്മൾ ബീഫ് മേടിച്ചുകൊണ്ട് വന്നത്. ഇനി 2 ദിവസം എൻ്റെ ഭക്ഷണമായിരിക്കും ഇവിടെ കഴിക്കാൻ പോകുന്നത്. നമുക്ക് വാശി തീർക്കാൻ പറ്റിയ സമയമാണ്. അതുപോലെ നമ്മുടെ ചോറ് ഇതിൻ്റെ അകത്താണ് വെച്ചേക്കുന്നത്. സവോളയൊക്കെ ഒരു തട്ടിക്കൂടാണ്. നമുക്ക് വീട്ടിൽ നമുക്ക് കുക്ക് ചെയ്യുന്ന ലാവിഷായിട്ട് ഉണ്ടാക്കാനൊന്നും പറ്റൂല. അത്യാവശ്യം നമ്മൾ 2 ദിവസം കഴിഞ്ഞു പോകേണ്ട രീതിയിലുള്ളൊരു ഫുഡ്. നമ്മൾ താമസിച്ച വീടാണ് ഈ വീഡിയോയിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തന്നത്. ഇനി നാളെ കറങ്ങാൻ പോകുന്നതിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് കാണാം.